ക്യാൻസലായി ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെ ഈ സ്കാനിങ് ഇവിടെ ചെയ്തിട്ടില്ല. ഇനി വിളിക്കാന്ന് പറഞ്ഞിട്ട് 2 മണി സമയം പറഞ്ഞിട്ട് ഇത്രയും സമയം വിളിച്ചിട്ടില്ല. മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് ഇല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മളെ പിടിച്ച് ലൈനിൽ നിർത്തി. എന്നിട്ട് അവിടെ പോകുമ്പോഴേ സാധനമായിരുന്നു. അതിൻ്റെ തെളിവുകളാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, അവരുടെ അസുഖം എന്താ അസ്വസ്ഥ എന്താ നമുക്കറിയണ്ടേ, ഇവരെന്ത് ചെയ്യുന്നു നമുക്കറിയണ്ടേ. ഇത് നമ്മളെ കയറ്റി വിട്ടെങ്കിലേ അറിയാൻ പറ്റുമല്ലോ. ഇവന്മാർ എന്തുകൊണ്ട് നമ്മളെ കയറ്റി വിടുന്നില്ല? 10 രൂപയ്ക്ക് മാർഗമല്ലോ, ആരും സഹായിക്കത്തില്ല നമ്മളെ. പക്ഷേ അത് ഒരുപറ്റ ആൾക്കാർക്ക് സഹായിക്കുന്നവരുണ്ട്. ഈ സർക്കാരിൻ്റെ ഓരോ വ്യക്തിക്കും ഓരോ മനുഷ്യർക്കും 5 ലക്ഷം രൂപ ധനസഹായം എന്ന് പറഞ്ഞുകൊണ്ട് സ്കീമുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡുകളും കാര്യങ്ങളായിട്ട് ഈ മെഡിക്കൽ കോളേജിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ നമുക്കൊന്നും ചെയ്യുന്നില്ല. ഈ 4 സ്ഥലത്തും കാരുണ്യ, മാതൃഭാഷ, നീതി എന്നിങ്ങനെ പേര് പറയുമ്പോൾ അവിടെ പൈസ കുറച്ച് കൊടുക്കുകയാണ്, വില സഹായമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫാമെല്ലാം കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് ചികിത്സ സഹായക്കാർ, ആധാർ ഇതെല്ലാം കൊണ്ടു ചെന്ന് ഓരോ സ്ഥലത്തായിട്ട് ഓടി നടന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവിടെ പറയും ഫോട്ടോസ്റ്റേറ്റ് എടുത്തിട്ട് വന്നത്. നമ്മുടെ ഈ രോഗിയെ അഡ്മിറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ഈ കിടന്ന് ഓടുന്നത്. ഓടി വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ മരുന്ന് അവിടെ ഇല്ല. അവരുടനെ സീലടിച്ച് നേരെ ഇവിടെ നീതിയിലേക്ക് വിടും. നീതി പോകുമ്പോഴെപ്പോഴും കാരുണ്യം പോകുമ്പോഴേ പോകും. അടുത്ത അവസാനം മാതൃപക്ഷം. അവസാനം ഒരു സ്ഥലത്തും ഇല്ലെങ്കിൽ വേറൊരു അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പുറത്തെഴുതി വിടും. ഇത്രയും ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇല്ലാത്ത മരുന്ന് അവർക്ക് അറിയത്തില്ലോ. നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കുറഞ്ഞ ചെറിയ മരുന്നുകൾക്ക് മാത്രം ഈ 3 നീതി, മാതൃഭാഷ, കാരുണ്യം ഇവരെല്ലാവരും കൂടെ നമ്മൾ 5 ലക്ഷം രൂപ വലിച്ചു പിച്ച് തിന്നാൻ, അതിലുണ്ടെങ്കിൽ വലിച്ചു കീറി തിന്നാൻ വേണ്ടി ഒരു 3 പേരും കൂടെ സംഘം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് അവസാനം മരുന്നില്ല. നമ്മുടെ സമയം വേസ്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ വേസ്റ്റ്. അത്രയും കാശുകൊണ്ട് നമുക്ക് വെളിയിൽ പോയി എടുത്താൽ പോരെ. എന്നിട്ട് ഞങ്ങളെ കാശും വാങ്ങുന്ന, എന്നിട്ട് ക്യൂവിൽ നിൽക്കുക, അവിടെ നിൽക്കുക. സ്റ്റാഫുകൾ ആണെങ്കിൽ തരുന്ന സ്റ്റാഫുകളാണെങ്കിൽ നമ്മളെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. അവിടെ ചെന്ന് നിൽക്കുക, ഇവിടെ ചെന്ന് നിൽക്കുക. ഇല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മളെ പിടിച്ച് ലൈനിൽ നിർത്തി. എന്നിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് സാധനമില്ല. അതിൻ്റെ തെളിവുകളാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. സീലടിച്ചിട്ട് അവസാനം മരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക്. എന്നിട്ട് ഈ മരുന്ന് ഈ സ്കീമിൽ പിന്നെ ഉള്ളത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നില്ല. ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ 24 മണിക്കൂറും ഈ മെഡിക്കൽ കോളേജിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അവർ രാവിലെ ഒരു സ്കീമുണ്ട്. രാവിലെ ചികിത്സ സഹായത്തിൻ്റെ രാവിലെ 9 മണിക്ക് തുറന്ന് 6 മണിയാകുമ്പോഴും അടച്ചു പോകും. 6 മണിയല്ല, 6 മണിയെന്ന് പറഞ്ഞിട്ട് 4:45 മണിയാകുമ്പോൾ സ്റ്റാഫുകൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ നമ്മൾ ഓടി നിന്നിട്ട് ഇന്നലെ ഈ മരുന്നില്ല. 1200 1200 രൂപ മരുന്നാണ് ഇതിൻ്റെ. ആ മരുന്ന് ഇന്ന് 9 മണിക്ക് ശേഷമാണ് എൻ്റെ കുഞ്ഞിനൊന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലത്തെ സ്കാനിങ് ക്യാൻസലായി ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെ ഈ സ്കാനിങ് ഇവിടെ ചെയ്തിട്ടില്ല. ഇനി വിളിക്കാന്ന് പറഞ്ഞിട്ട് 2 മണി സമയം പറഞ്ഞിട്ട് ഇത്രയും സമയം വിളിച്ചിട്ടില്ല. MRI സ്കാനിങ് 11 വയസ്സായ കുട്ടി ഇപ്പോഴും വാർഡിൽ കിടക്കാം. വാർഡിൽ 3 പ്രാവശ്യം വാർഡിൽ നിന്ന് ഈ സ്കാനിങ് സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ അവിടുത്തെ നേഴ്സുമാർ തയ്യാറല്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വന്തം ചെലവ് ഞാൻ കൊണ്ടുവരാൻ തന്നെ അവിടെ നിന്ന് ഇറക്കി, വീൽ ചെയർ പോലും ഇല്ല. അവിടെ നിന്ന് ഞാൻ ഇറക്കി താഴെ വന്നപ്പോൾ സെക്യൂരിറ്റി വിടത്തില്ല. സ്കാനിങ്ങിന് വിടാൻ പറ്റത്തില്ല. ഇവിടെ പോകും. ഞാൻ സ്കാനിങ്ങിനാണ് റിപ്പോർട്ടെല്ലാം കാണിച്ചിട്ട് എന്നെ വിടുന്നില്ല. എന്നിട്ട് ആ സെക്യൂരിറ്റി പിടിച്ചു നിർത്തിയിട്ട് ഡോക്ടറുടെ സീലുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ പുറത്ത് വിടാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കടത്തി വിടത്തില്ല. എന്നിട്ട് എൻ്റെ വൈഫാണ് പോയത്. പോയപ്പോഴത്തേക്ക് ഞാനവിടെ ഒച്ചയും വിളി ഉണ്ടാക്കി. പിന്നെ താഴത്തെ ലാബിൽ വേറൊരാളുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ ഒരു വെള്ള പേപ്പർ എഴുതി തന്നു. ആ പേപ്പറും കൊണ്ട് അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ട് സീനും വാങ്ങി കറക്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ സ്റ്റാഫ് പിന്നെ പോയി. പിന്നെ രാത്രി 8 മണിക്ക് വീണ്ടും ഇറങ്ങിയപ്പോഴത്തേക്ക് റിട്ടേൺ വന്നപ്പോഴത്തെ ആ വെള്ള പേപ്പർ ചോദിച്ചപ്പോൾ തന്നില്ല. റിട്ടേൺ തിരിച്ച് 8 മണിക്ക് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും വിടത്തില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അങ്ങനെ. ഇന്നലെ രാത്രി 11:30 മണിയോളം ഞാനിവിടെ കിടന്ന് ഓടിയിട്ട് അവസാനം സ്കാനിങ് എടുത്തില്ല. ഇന്ന് എടുക്കാൻ തൊട്ട് ഇന്ന് പോയപ്പോഴത്തേക്ക് ആ സ്കാനിങ് ഡേറ്റ് മാറി, സമയം മാറി. അതിന് മുമ്പ് വന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം വാർഡിൽ വിളിച്ചില്ല. വിളിക്കാൻ വേണ്ടി പേരും അഡ്രസ് എല്ലാം കൊടുത്തിട്ട് വന്നു. ഇനി രാത്രി 9 മണിക്ക് വിളിക്കുമായിരിക്കും. കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുവന്നതാ, ഉച്ചയായ ഭാഗത്ത് കൊണ്ടുവന്നതാ, ആമ്പലത്തിൽ വിളിച്ച് കൊണ്ടുവന്നതാ. ഇങ്ങനെ ശ്വാസം മുട്ടലും ഒക്കെ പ്രതിസന്ധിയായിരുന്നു. മോള് കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോള് ഒരു 22 വയസ്സുള്ള കൊച്ചാ. അപ്പോൾ മോള് മാനസികമായിട്ട് തകർന്നു പോയി. അപ്പോൾ കുഞ്ഞിൻ്റെ അസ്വസ്ഥത കണ്ടിട്ടെ അവരിത് കൊണ്ടുവന്ന ഓരോ റിസൾട്ടിന് ഇത് കുറിച്ച് തരുക. കുഞ്ഞിന് ശമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല അവിടെ ചെയ്യുന്നത്, പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ അതാണ് അവരുടെ ഒരു നീക്കമൊക്കെ. ഡോക്ടറെ എന്തോ പറഞ്ഞിട്ടാണ് പോയി. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മറ്റേ പെണ്ണുങ്ങളെ
അവളമാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവിടെ. അതായത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ അവരുടെ ഈ സിമ്പതി ഉള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. എൻ്റെ അനിയത്തിയെ കഴിഞ്ഞ ഒരു 2 മാസം ഞങ്ങൾ ഉണ്ടായിരുന്നു കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട്. ഒരു 10 പൈസ ഒരു നിരപരാധികൾ സഹായിച്ചില്ല. കഴിഞ്ഞ 18 ദിവസമായിട്ട് അടക്കം ചെയ്തിട്ട് ഓണമൊക്കെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു. 10 രൂപയ്ക്ക് മാർഗമില്ല, ആരും സഹായിക്കത്തില്ല നമ്മളെ. പക്ഷേ അത് ഒരു പറ്റ ആൾക്കാർക്ക് സഹായിക്കുന്നവരുണ്ട്. കിഡ്നി 2 കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് 2 മക്കളും ഉണ്ട് കേട്ടോ. ആ അടക്കം കഴിഞ്ഞ് എൻ്റെ മോളുടെ കൊച്ചിനെ കൊണ്ട് വന്നതാ. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് പറയും, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ, പറഞ്ഞ ബുദ്ധിമുട്ടില്ലല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ സെക്യൂരിറ്റിമാരെ അഴിഞ്ഞാട്ടോ. എന്നാൽ ഇത് നമ്മുടെ ഒരു കുഞ്ഞാണ്, നമുക്കൊരു പരിഗണന അവർക്ക് കൊടുക്കണം. അതായത് ഇച്ചിരി പ്രായം വരാനും അയാളെ താങ്ങാനൊരു തണൽ വേണമല്ലോ. മരുന്നുകളൊക്കെ കറക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ? എവിടെ കിട്ടാന്, എല്ലാം പുറത്തുനിന്നാ മേടിക്കുന്നത്. ഇതിനകത്തുള്ള ഇതൊക്കെ വെറുതെ വെച്ചേക്കുന്നതാണ് മരുന്നൊക്കെ ഡോക്ടറും എല്ലാം പുറത്താണോ കുറച്ച് പുറത്തേക്കാ കുടിച്ചത്. ഇവിടെ മരുന്നൊന്നും കിട്ടിയില്ല. ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നാലും ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഇതിനകത്ത് കുറിച്ച് തരുമെന്നുണ്ടെങ്കിൽ ചിലതിന് വേണ്ട, ചിലതിന് പൈസ കൊടുക്കണം. അങ്ങനെയാണ്. അങ്ങനെ ഉണ്ട്. ചിലതിന് പൈസ കൊടുക്കണം, ചിലതിന് പൈസ കൊടുക്കണ്ട. അത് തുച്ഛമായുള്ളതിനേ ഉള്ളൂ. അപ്പോൾ തന്നെ പൈസ കൊടുത്തത് പോകാൻ്റെ കാര്യം. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിമാരഴിഞ്ഞായിട്ടാണ് മുമ്പൻ പ്രശ്നങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഒരു ബന്ധുവിനെ ഇവിടെ കൊണ്ടുവന്നാൽ തിരിച്ച് നമുക്ക് ഒന്നുകിൽ ബോഡി, അല്ലെങ്കിൽ പിന്നെ അവരുടെ അസ്വസ്ഥത എന്താണെന്നോ അവർക്ക് അസുഖം എന്താണെന്നോ ഒന്നും നമുക്ക് ചോദിക്കാൻ പോലുള്ള അർഹതയില്ല. അവരുടെയാണ് ഈ മെഡിക്കൽ കോളേജ്. ആ ഒരു ധാർഷ്ട്യമാണ്, ആ ഒരു ധാർഷ്ട്യഭാവമാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അനുഭവം ഗുരു. അവരെന്തോ നിയമം ഉണ്ടാക്കുന്നത്. അതായത് കൃത്യമായി പറയുവാണെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നത് അവരുടെ അസുഖം എന്താ അസ്വസ്ഥ എന്താ നമുക്കറിയണ്ടേ. ഇവരെന്ത് ചെയ്യുന്നു നമുക്കറിയണ്ടേ. ഇത് നമ്മൾ കയറ്റി വിട്ടെങ്കിലേ അറിയാൻ പറ്റുമല്ലോ. ഇവന്മാർ എന്തുകൊണ്ട് നമ്മൾ കയറ്റി വിടുന്നില്ല? നമ്മളുടെ പിന്നെ വേറെ ആരെങ്കിലും സമ്പാദിച്ചാൽ അവർക്കെല്ലാം നമുക്ക് തുല്യ അവകാശമില്ല, അർഹതയില്ലേ. അപ്പോൾ നമുക്ക് അത്ര അർഹതപ്പെട്ടവർക്കൊന്ന് കാണണമെന്ന് വെച്ചാൽ കാണിക്കണം. അതാണ് അതിൻ്റെ ആവശ്യം.